ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. ഓഫ് ചെയ്തോ. ഹായ്, ഞാൻ സാലിഹ്. വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കൽ ഏവർക്കും സ്വാഗതം. നമ്മളിപ്പം ഇൻട്രോ പറഞ്ഞത് കഴിഞ്ഞ 3 വർഷം മുമ്പ് ഇൻട്രോ പറഞ്ഞത് നമ്മുടെ പയ്യനാണ്. അപ്പം അവൻ്റെ വണ്ടിയാണ് ഇതാ ഈ കാണുന്നത്. ഇത് ഓൾട്ടോ കേട്ടൺ ആണ്. 1000 ക്യൂബിക് കപ്പാസിറ്റി വരുന്ന ഒരു എഞ്ചിനിലോട്ട് വരുമ്പോഴത്തേക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒരു വണ്ടിയിൽ വന്നേക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ 800-ൻ്റെയും 1000-ൻ്റെയും ഒരുമിച്ചിട്ടൊരു കമ്പാരിസൺ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഡ്രൈവ് ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ലായിരുന്നു ആ ഒരു വണ്ടി. ഇപ്പോൾ നമ്മളിതാ വെറും ഒരു 800-850 കിലോമീറ്റർ മാത്രം ഓടിയ ഒരു പുത്തൻ വാഹനവുമായിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളിലോട്ട് നമുക്ക് കിടക്കാം. ഈ ഒരു കുഞ്ഞൻ വണ്ടിയെ സുസുക്കി വളരെയധികം പവർഫുള്ളായിട്ടാണ് ഇറക്കിയേക്കുന്നത്. കാഴ്ചയിൽ ഒരു കുഞ്ഞനാണെങ്കിലും ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു 4 പേരടങ്ങുന്ന കുടുംബത്തിന് അല്ലെങ്കിൽ 5 പേരടങ്ങുന്ന കുടുംബത്തിന് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. 1 ലിറ്ററിൽ ഏകദേശം 24 കിലോമീറ്റർ വരെയാണ് കമ്പനി ഈ ഒരു വാഹനത്തിൽ അവകാശപ്പെടുന്നത്. പക്ഷേ 19 മുതൽ 21-22 വരെയൊക്കെ കിട്ടുന്നതായിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ സൈഡ് നമുക്ക് ആദ്യമേ ഒന്ന് 65 bhp വരുന്ന 89 Nm ടോർക്ക് വരുന്ന 998 ക്യൂബിക് കപ്പാസിറ്റി വരുന്ന ഒരു 3 സിലിണ്ടർ ഇൻലൈൻ ലിക്വിഡ് കൂൾഡ് MBFI എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ദാ നോക്കിക്കോ, നിങ്ങൾ ഈ കാണുന്നതാണ് ഈ ഒരു എഞ്ചിൻ. ദാ സാധാരണ ഓൾട്ടോയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു എഞ്ചിനാണ്, കെ സീരീസ് എഞ്ചിനാണ്. നമ്മൾ ആ ഒരു കെ സീരീസ് കേട്ടണിലൊക്കെ വന്നിരുന്ന അതേ സമാനമായിട്ടുള്ള ഫിസിക്കൽ അപ്പിയറൻസ് ഉള്ള എഞ്ചിനാണെങ്കിലും ടെക്നിക്കലി ഒരുപാട് വ്യത്യാസങ്ങളും അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നേക്കുന്ന ഒരു എഞ്ചിനാണ്. അതുമാത്രമല്ല, കാഴ്ചയിൽ ഭയങ്കര ക്വാളിറ്റി തോന്നുന്ന ഭാഗങ്ങളാണ് ഈ ഒരു എഞ്ചിനിൽ കമ്പനി നൽകിയേക്കുന്നത്. സാധാരണ ഓൾട്ടോയുടെയൊക്കെ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ കെ സീരീസ് ആണെങ്കിലും കേട്ടണാണെങ്കിലും പഴയ കേട്ടണാണെങ്കിലും ഒക്കെ ഈ ഒരു എഞ്ചിൻ്റെ ഭാഗത്തോട്ടൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഒരുമാതിരി തട്ടിക്കൂട്ടി വെച്ചേക്കുന്ന ഒരു ഫീലിംഗ് ഒക്കെ വരും എന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി പക്ക ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് കമ്പനി ഇറക്കിയേക്കുന്നത്. ഈ ഒരു എഞ്ചിനെ സംബന്ധിച്ച് വളരെ നല്ല രീതിയിലുള്ള മൈലേജ് തരുന്നൊരു വാഹനം അല്ലെങ്കിൽ എഞ്ചിനാണ് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ കമ്പനി പറയുന്നത് വെച്ചാൽ ഇതൊരു ഡ്യുവൽ VVT വരുന്ന ഡ്യുവൽ ജെറ്റ് എഞ്ചിനാണ് എന്നുള്ളതാണ്. അതിലോട്ട് വരുന്നതിന് മുമ്പ് ചെറുതായിട്ട് എഞ്ചിൻ്റെ കാര്യത്തിലോട്ട് വരാം. 998 ക്യൂബിക് കപ്പാസിറ്റി വരുന്ന 65 bhp വരുന്ന 89 Nm ടോർക്ക് വരുന്ന ഒരു എഞ്ചിനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിൻ്റെ ടൈമിംഗ് വരുന്നത് വെച്ചാൽ ചെയിൻ ഡ്രൈവ് ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ചെയിൻ ഡ്രൈവും കാര്യങ്ങളും വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ വാൾഡോറും കാര്യങ്ങളും ഭാഗത്തോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് കണ്ട ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വാൾഡോറും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു എഞ്ചിനിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷ ഒരുപാട് മാറ്റങ്ങൾ ഫീൽ ചെയ്യുന്ന ഒരു എഞ്ചിനാണ്. ഇതിലിപ്പം ഒരുപാട് ഇലക്ട്രോണിക്കൽ കോമ്പൗണ്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ത്രോട്ടിൽ ബോഡി കൺട്രോൾ യൂണിറ്റൊക്കെ വരുന്നത് വെച്ചാൽ ഒരു ഇലക്ട്രിക്കൽ ടൈപ്പാണ്. ഇതൊരു 2 വർഷം മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിരുന്നൊരു സെയിം എഞ്ചിനും സെയിം കാര്യങ്ങളും തന്നെയാണ്. പക്ഷേ നമ്മൾ ഇത്തരത്തിൽ ഡീപ്പായിട്ട് വണ്ടി ഓടിച്ചു നോക്കിയൊരു വീഡിയോ ഇടുന്നത് ആദ്യമായിട്ടാണ്. BS6 ആയതുകൊണ്ട് തന്നെ ഒരു EGR സംവിധാനത്തോട് കൂടി വരുന്ന ഒരു എഞ്ചിനാണ്. ഇതിൻ്റെ EGR ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഒരു വാട്ടർ കൂൾഡ് EGR സംവിധാനമാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത്. ഈ ഒരു ഭാഗത്തോട്ടാണ് എക്സോസ്റ്റ് മാനിഫോൾഡ് വരുന്നത്. എക്സോസ്റ്റ് മാനിഫോൾഡ് വരുന്ന ഒരു 4 വോൾട്ടുകൾ മാത്രം ഫിറ്റ് ചെയ്ത് വരുന്ന ഒരു സെറ്റപ്പിലാണ് വന്നേക്കുന്നത്. ബാക്കി എല്ലാ ഭാഗങ്ങളും ഫിക്സഡാണ്. ഈ കാണുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ എയർ ഫിൽട്ടർ കേസാണ്. ഇതിനുള്ളിലാണ് എയർ ഫിൽട്ടർ വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഈ ഒരു ഭാഗത്തോട്ട് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ ഒരു MAF മാസ് എയർ ഫ്ലോ സെൻസർ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു മാനിഫോൾഡ് കണ്ടോ, ഈ ഒരു ഇല്ലറ്റ് മാനിഫോൾഡാണ് ഇവിടെ വരുന്നത്. ഈ ഒരു മാനിഫോൾഡിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്ന ഈ കാണുന്ന സെൻസർ വന്നിട്ട് ഒരു MAP സെൻസറാണ്. ഇതിൻ്റെ ഈസിയമാണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. അത് കണക്കിന് ചാർക്കോൾ ക്യാനിസ്റ്ററാണ് ഈ കാണുന്നത്. കമ്പനി ഈ ഒരു എഞ്ചിനിൽ ഇത്രയും മൈലേജും കാര്യങ്ങളൊക്കെ അവകാശപ്പെടുന്നതും അത് കണക്ക് തന്നെ നല്ല രീതിയിൽ പവർ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിപ്പം AC ഇട്ടാൽ തന്നെ പവർ ഡ്രോപ്പോ ഒന്നും വരാത്ത രീതിയിലാണ് ഇതിൻ്റെ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ. അത് ഓടിക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാവും. അത് കണക്ക് തന്നെ ഒരു 3 സിലിണ്ടർ വണ്ടിയുടെ വിറയിൽ വളരെയധികം സാധാരണ ഒരു കെ സീരീസ് എഞ്ചിനേക്കാൾ കുറേ കൂടി വിറയിൽ കുറഞ്ഞ രീതിയിലാണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പം പുതിയൊരു വാഹനമാണ്. ഇപ്പം ഇതേ സെയിം ഒരു
പുതിയൊരു സാധാ രീതിയിലുള്ള കെ സീരീസ് എഞ്ചിൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പം ഉണ്ടാകുന്നതിനേക്കാൾ കുറവ് വൈബ്രേഷൻ മാത്രമേ ഈ ഒരു എഞ്ചിനിൽ ഇപ്പം നിലവിൽ ഫീൽ ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഡ്യുവൽ VVT ഡ്യുവൽ ജെറ്റ് എഞ്ചിനാണ് എന്നുള്ളത്. നിങ്ങൾ ഈ ഒരു ഭാഗത്തോട്ട് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. ഇവിടെ ഒരു സോളിനോഡ് യൂണിറ്റ് വരുന്നുണ്ട്. അതായത് എക്സോസ്റ്റ് ക്യാം ഷാഫ്റ്റിൻ്റെ ഒരു VVT, അതായത് വേരിയബിൾ വാൾവ് ടൈമിംഗ് യൂണിറ്റിനെ വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു സോളിനോഡ് വരുന്നുണ്ട്. അപ്പോൾ കമ്പനി ഡ്യുവൽ VVT എന്ന് ഉദ്ദേശിക്കുന്നത് സിമ്പിളാണ്. പല വാഹനങ്ങളിലും പല ബ്രാൻഡുകളിലും വന്നുകൊണ്ടിരിക്കുന്ന, അതായത് ഇല്ലറ്റ് എക്സോസ്റ്റ് ക്യാം ഷാഫ്റ്റുകളെ VVT ടെക്നോളജി ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുന്ന, അതായത് രണ്ട് ക്യാം ഷാഫ്റ്റിനെയും VVT ടെക്നോളജി ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുന്ന ഒരു സംവിധാനം എന്നുള്ളതാണ് ഡ്യുവൽ VVT കൊണ്ട് കമ്പനി ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഡ്യുവൽ ജെറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണ MBFI മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ മൾട്ടി പോർട്ട് ഫ്യൂൽ ഇഞ്ചക്ഷൻ വാഹനങ്ങളിൽ ഒറ്റ ഇഞ്ചക്ടർ ആയിരിക്കും വരുന്നത്. പക്ഷേ ഈ ഒരു എഞ്ചിനിൽ വരുമ്പോഴത്തേക്ക് 2 ഇഞ്ചക്ടറുകളാണ് ഒരു സിലിണ്ടറിലേക്ക് വരുന്നത്. അതായത് ഒരു സിലിണ്ടറിലേക്ക് പെട്രോളിനെ ഇഞ്ചക്ട് ചെയ്യുന്നത് 2 ഇഞ്ചക്ടറുകളായിരിക്കും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇതണക്കുള്ള വണ്ടികളൊക്കെ ഒന്ന് ആഞ്ഞ് ബ്രേക്ക് പിടിക്കുകയാണെങ്കിൽ വാരുന്ന പ്രശ്നമോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ബ്രേക്ക് കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പം ഈ കാണുന്ന വാഹനങ്ങളിൽ തീർച്ചയായിട്ടും അതിലൊക്കെ നല്ല രീതിയിലുള്ള വ്യത്യാസമുണ്ട്. അതുമാത്രമല്ല ഇതിൽ ABS സംവിധാനവും കാര്യങ്ങളൊക്കെ കമ്പനി നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിതാ ഈ കാണുന്നതാണ് ഇതിൻ്റെ ബ്രേക്ക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് ഇതാണ് ഇതിൻ്റെ ബ്രേക്കിൻ്റെ മാസ്റ്റർ സിലിണ്ടർ. അതുപോലെ തന്നെ ഇതിൻ്റെ വാക്കം ബൂസ്റ്ററാണ് ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾ കാണുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. ഓഫ് ചെയ്തോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വിറയിൽ എന്ന് പറഞ്ഞാൽ. വളരെ നോയ്സ് കുറവുള്ള ഒരു എഞ്ചിനാണ്. പിന്നെ പൂർണ്ണമായിട്ടും വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇലക്ട്രോണിക്കൽ ഐറ്റംസൊക്കെ ഇതിൽ കുറച്ചധികം കമ്പനി നൽകിയിട്ടുണ്ട്. അത് കണക്ക് തന്നെ അതിൻ്റേതായ മെയിൻ്റനൻസും കൂടുതൽ വരും. ഇനിയിപ്പം പിന്നെ വരുമ്പോഴത്തേക്ക് സ്ട്രെങ്ത്നെസ്സിൻ്റെ കാര്യത്തിലാണ് ശരിക്കും ഉള്ളത് പറയാം. ഇപ്പം മാരുതി ലവറെന്നോ മാരുതി ഫാൻ ബോയെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോ, പക്ഷേ ഉള്ളത് പറയുന്നതിൽ ഒരു കുഴപ്പമില്ല. ഈ ഒരു വണ്ടിയുടെ സ്ട്രെങ്തിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് ബോഡി ക്വാളിറ്റിയിൽ ഭയങ്കര വ്യത്യാസമൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഫൈബർ പാർട്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ചില വണ്ടികളിലൊക്കെ എന്ന് വെച്ചാൽ ഒരുമാതിരി പേപ്പർ പോലെ ആയിരിക്കും, പുത്തൻ വണ്ടിയാണെങ്കിൽ പോലും. പിന്നെ ഇതിൻ്റെ ഫെൻഡറിൻ്റെ ഭാഗത്തോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് കുഴപ്പമില്ല, ഇത്തിരി ഒരു സോൾഡ് ഫീലിംഗ് വരുന്നുണ്ട്. ഇനി ഈ വണ്ടിയുടെ ഡോറിൻ്റെ ഭാഗത്തോട്ടൊക്കെ വരാം. ഇത് കുറേ കൂടി എനിക്ക് ബോണറ്റൊക്കെ അടച്ചുമ്പോൾ ഒരുമാതിരി തോന്നിയില്ലേ, കുറേ കൂടി കൊള്ളാം കേട്ടോ സംഭവം. പിന്നെ ഇതിൻ്റെ ഡോറിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ഡോറ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തുറക്കാൻ കഴിയും. ഈ വാഗണറിൻ്റെ കണക്കൊരു 90 ഡിഗ്രി എന്നുള്ള സെറ്റപ്പിലൊന്നും അല്ലാന്നുണ്ടെങ്കിലും അത്യാവശ്യം കൊള്ളാം. കയറി ഇറങ്ങുന്ന കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങളുടെ വീട്ടിൽ പ്രായമുള്ളവർക്കാണെങ്കിലും അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതൊരു ബേസ് മോഡൽ വണ്ടിയാണ് കേട്ടോ, ബേസ് മോഡൽ വണ്ടിയാണ് ഈ കാണുന്നത്. ഇതിലിപ്പം ബേസായിട്ട് വരുന്നത് വെച്ചാൽ ഒരു AC-യും പവർ സ്റ്റിയറിങ്ങും മാത്രമാണ്. ഇതിലെ ഗ്ലാസ് പോലും, അതായത് വിൻഡോ ഗ്ലാസ് പോലും ഒരു സാധാ ഒരു സെറ്റപ്പിലാണ്, ഒരു മാനുവൽ സെറ്റപ്പിലാണ് വരുന്നത്. പക്ഷേ ഇതിൽ 6 എയർ ബാഗ് ഉണ്ട്. സേഫ്റ്റിയുടെ ഭാഗമായിട്ട് 6 എയർ ബാഗ് ഉണ്ട്. അതായത് ഇതിൻ്റെ സ്റ്റിയറിങ്ങിൽ ഈ ഒരു കോ ഡ്രൈവർ സീറ്റിൻ്റെ ഭാഗത്ത് 2 B പില്ലറിൽ സീറ്റിലായിട്ട്. അപ്പം സേഫ്റ്റിയുടെ കാര്യത്തിൽ അത്ര കണ്ട് വലിയ പ്രശ്നങ്ങൾ ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഇപ്പം ചിലർ കമന്റ് ഇടും ഇടിച്ച് ചുരുണ്ടുപോയാൽ എന്താ എന്നുള്ളത്. അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്, അതൊക്കെ നമ്മൾ പറയാറൊന്നും ആയിട്ടില്ല. ഇപ്പോൾ കോടികൾ കൊടുത്തെടുക്കുന്ന XC90 വോൾവോയുടെ വണ്ടി വരെ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് അതിൽ നിന്ന് എല്ലാവരും മരണപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴത്തേക്കൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പം നിലവിൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും വിലക്കുറഞ്ഞ നല്ലൊരു വാഹനം എന്ന് തീർത്തും പറയും. അപ്പം അത്തരത്തിലൊരു വാഹനം ഈ ഒരു വിലയ്ക്ക് ഇത്രയും ഒരു സേഫ്റ്റിയോടുകൂടി ഇത്ര മാത്രമേ കിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ലെഗ് റൂമാണ്, മാന്യമായൊരു ഹെഡ് റൂം ഈ ഒരു വാഹനത്തിൽ. മാന്യമാണെന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഹെഡ് റൂം കിട്ടുന്നുണ്ട്. ഒരു അത്യാവശ്യം ഒരു 5.5-6 അടി വരെ ഉള്ളവർക്ക്, 6 അടി വരെയുള്ളവർക്കൊക്കെ വളരെ കുഴപ്പമില്ലാതെ ഓട്ടിക്കുക എന്നുള്ളേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ സൈസിലുള്ളവർക്കൊക്കെ കുഴപ്പമൊന്നുമില്ല, നല്ല രസമാണ്. പിന്നെ കുഞ്ഞൊരു വാഹനമാണ്. ഞാൻ ഇവിടെ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് കൈയെത്തുമ്പോഴത്തേക്ക് അപ്പുറത്തെ ആ ഒരു ഡോർ ഫ്ലാപ്പിൽ എനിക്ക് ഇങ്ങനെ ചുമ്മാ സിമ്പിളായിട്ട് ടച്ച് ചെയ്യാൻ കഴിയുന്നത്. അത്രയ്ക്കുള്ള വീതിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഒരു സിറ്റി യൂസിനും അല്ലെങ്കിൽ ഫാമിലി യൂസിനൊക്കെ പറ്റുന്ന നല്ലൊരു വാഹനം. അപ്പം ഇതിൻ്റെ ഡ്രൈവർ സീറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. ഇലക്ട്രിക്കൽ പവർ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ഇനി നമുക്ക് കോ ഡ്രൈവർ സീറ്റിലോട്ടൊന്ന് കയറി നോക്കാം. അപ്പോൾ കോ ഡ്രൈവർ സീറ്റിലോട്ട് വരുമ്പോഴത്തേക്കും ഇതുപോലെയാണ്, സിമ്പിളാണ്, കയറി ഇറങ്ങാനൊക്കെ അടിപൊളി കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. പിന്നെ വീതി വളരെ കുറവായതുകൊണ്ട് ചെറിയൊരു ഇടുക്കം ഫീൽ ചെയ്യും. ഇതാണ് ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ. നല്ല രീതിയിലുള്ള ലെഗ് റൂമും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂമും ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുണ്ട്. മുൻഭാഗത്ത് കൊള്ളാം, ഒരു കുഞ്ഞു ഫാമിലിക്ക് അതിൽ സിറ്റിയുടെ ആവശ്യത്തിന്, സിറ്റി ഡ്രൈവിനൊക്കെ ആയിട്ട് പറ്റുന്ന അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള
പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വാഹനം. ഈ ഒരു വാഹനത്തിൻ്റെ ബാക്ക് ഡോറിലോട്ട് വരുമ്പോഴത്തേക്ക് ഇത്രയുമാണ് ഇതിൻ്റെ ഓപ്പണിംഗ് വരുന്നത്. ഈ രീതിയിലാണ് ഇതിൻ്റെ ഓപ്പണിംഗ് വരുന്നത്. കയറി ഇറങ്ങുന്ന കാര്യത്തിൽ പിൻഭാഗത്തോട്ട് ഒരിത്തിരി ഇടുക്കമാണ്, കുറച്ച് ബുദ്ധിമുട്ടാണ്. മുൻഭാഗത്ത് മാത്രമേ കയറി ഇറങ്ങുന്ന കാര്യത്തിൽ നല്ല കംഫർട്ടുള്ളൂ. പിൻഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ്റെ കാര്യം നോക്കണ്ടേ. ഇപ്പം ഇതിൻ്റെ ഒരു സീറ്റിങ്ങിൻ്റെ പൊസിഷനിലോട്ട് വരുമ്പോഴത്തേക്ക് വളരെ മാന്യമായ ഒരു ഹെഡ് റൂമും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെഗ് റൂമും കിട്ടുന്നുണ്ട്. ഈ ഒരു സീറ്റ് നല്ല രീതിയിൽ എൻ്റെ ഒരു കംഫർട്ടിൽ ഞാൻ ഇത്തിരി പുറകോട്ടിട്ടേക്കാണ്. എന്നാലും ഈ ഒരു ഭാഗത്ത് എനിക്ക് ഇത്രയും ലെഗ് റൂമും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഇപ്പം ഒരു 50 കിലോമീറ്ററോ 40 കിലോമീറ്ററൊക്കെ പോയിട്ടും വരാനൊക്കെ ആയിട്ട് ഇതൊക്കെ മതി, ധാരാളം. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഈ ഒരു വണ്ടിയുടെ ഇന്ത്യയിലിനനുസരിച്ച് നോക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഈ ഒരു ഡ്രൈവർ സീറ്റ് കുറച്ചും കൂടെ പുറകോട്ടിട്ടേക്ക്. അപ്പം അതിൻ്റെ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ കണ്ടാ ഇങ്ങനെയാണ് ഇരിക്കേണ്ടി വരും. എന്നെ കണക്ക് ഉയരമുള്ള ഒരാൾ എന്നെപ്പോലെ ഡ്രൈവർ സീറ്റ് ഇട്ട് ഓട്ടിക്കുന്ന ഒരാളുടെ പിറകെ ഇരുന്നാൽ ഇങ്ങനെയാണ് വരുന്നത്. ലെഗ് റൂം കുറവേ ഫീൽ ചെയ്യുള്ളൂ. അത് കണക്കിന് ഹെഡ് റൂം വളരെ കുഴപ്പമില്ലാത്ത മാന്യമായ ഹെഡ് റൂം നമുക്ക് കിട്ടും. ഇതിലിപ്പം 5 പേർക്ക് വലിയ തിരക്കില്ലാത്ത രീതിയിലിരിക്കും. ഇപ്പം ഭയങ്കര വണ്ണമുള്ളവരൊന്നുമല്ല, എൻ്റെ സൈസുള്ള ഒരു 3 പേർക്ക് വലിയ കുഴപ്പമില്ലായിരിക്കാൻ പറ്റും. പക്ഷേ ഭയങ്കര ഫ്രീ ആയിട്ടിരിക്കാനും പറ്റില്ല, ചെറിയ ഞെരുക്കം എന്തായാലും വരും. വീതി കുറവാണ് വാഹനത്തിന്. അതുപോലെ തന്നെ ഇതിന് സെൻട്രൽ ടണൽ ഈ ഒരു ഭാഗം കണ്ടാ, ഈ ഒരു ഐറ്റം കണ്ട, ഈ ഒരു ഐറ്റം വളരെ ചെറിയ ഒരു സെൻട്രൽ ടണലാണ് കമ്പനി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നടുക്ക് ഭാഗത്തൊക്കെ കുട്ടികളെ ഇരുത്തിയാണെങ്കിലോ അല്ലെങ്കിൽ വലിയൊരാൾക്കാണെങ്കിലും വലിയ പ്രശ്നമില്ലാതെ ഈ രീതിയിലിരിക്കാം. പിന്നെ കാലൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരിക്കാം. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇരിക്കുകയാണെങ്കിൽ ബാക്കിൽ 3 പേർക്ക് ഇരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിലും ബാക്കി 2 പേരാണെങ്കിൽ അത്യാവശ്യം കംഫർട്ടായിട്ട് നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റും. നമ്മളൊരു ഫാമിലി കാർ എന്ന് പറയുമ്പം അത്യാവശ്യം ഡിക്കിയുടെ കാര്യം കൂടി നോക്കണം, വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോൾ അത്യാവശ്യം എന്തെങ്കിലും യാത്രയൊക്കെ പോകുമ്പോൾ ലഗേജ് വെക്കാൻ പറ്റുന്നൊരു സെറ്റപ്പാണോ എന്നുള്ളത് നമുക്ക് നോക്കണം. അടുത്തോട്ട് തന്നെ ഇതായത് കാണിച്ചു കൊടുത്തേ, അത്യാവശ്യം നല്ല രീതിയിൽ ഡിക്കി സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് വന്നു വെച്ചാൽ ഒരു 1, 2, 3 വെട്ടിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ വെച്ച് സുഖമായിട്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഡിക്കി സ്പേസും കാര്യങ്ങളൊക്കെ കമ്പനി നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ സസ്പെൻഷൻ്റെ ഭാഗത്തോട്ട് വരാം. അതിനു മുമ്പ് ബ്രേക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും ബാക്ക് ഡ്രം ബ്രേക്കുമാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടയർ സൈസ് വരുന്നത് എവിടെ എന്തിനാ 145, 80, 13 ഇതിൻ്റെ ടയർ സൈസ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബേസ് മോഡൽ വണ്ടിയിൽ ഈ ഒരു അലൈവിൽ ഈ കളറിൽ ഈ ഒരു അലൈവിൽ ഇട്ടുമ്പം ഈ 2 കളറും കൂടെ ആയപ്പോഴത്തേക്ക് ഭയങ്കര രസമായി കാണാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സസ്പെൻഷൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇതിന് സബ് ഫ്രെയിം വരുന്നുണ്ട്, നമ്മളെ വാഗണറിലൊക്കെ വരുന്ന കണക്ക്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വാഗണറിലൊക്കെ വരുന്നതിന് സമാനമായിട്ടുള്ള അതുപോലത്തെ ലോവർ ആമെന്നില്ല, സമാനമായിട്ടുള്ള ലോവർ ആമും സസ്പെൻഷൻ സിസ്റ്റമാണ് വരുന്നത്. സിമ്പിളായിട്ടുള്ളൊരു സസ്പെൻഷൻ സിസ്റ്റമാണ്. അതായത് ഒരു സ്റ്റാർട്ട് വിത്ത് കോയിൽ എന്നുള്ള രീതിയിലുള്ളൊരു ഷോക്ക് സെറ്റും അത് കണക്ക് തന്നെ ഒരു ലോവർ ആമും ടയർ ഓടൻ്റെ സ്റ്റിയറിംഗ് ബോൾജും ഉണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ സസ്പെൻഷൻ്റെ ഭാഗത്തായിട്ട് വരുന്നത്. അല്ലാതെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളോ അങ്ങനത്തെ രീതിയിലൊന്നും ഇതിൽ വരുന്നില്ല. അതിന് സ്റ്റെബിലൈസർ ലിങ്കോ സ്റ്റെബിലൈസർ ബാർ പോലും ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അതിനങ്ങനെ നിങ്ങളത് ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നത് ഇതിൻ്റെ ആക്സിൽ യൂണിറ്റും കാര്യങ്ങളൊക്കെയാണ്. ഫ്രണ്ട് ഇൻഡിപെൻഡൻറ്റ് ടൈപ്പ് സസ്പെൻഷനാണ് കമ്പനി നൽകിയേക്കുന്നത്. ഇതിൻ്റെ പിൻഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ഡെഡ് ആക്സിലാണ് വരുന്നത്. അതായത് ഒരു ടെസ്റ്റ് ബീം ടൈപ്പ് ഒരു സെറ്റപ്പാണ് ഈ ഒരു പിൻഭാഗത്തോട്ട് വരുന്നത്. ഡ്രം ബ്രേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. സാധാ രീതിയിലുള്ള, അതായത് ഷോക്ക് വിത്തൗട്ട് കോയിൽ എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ സസ്പെൻഷൻ സെറ്റപ്പ് വരുന്നത്. ഫ്രണ്ടിൽ വരുന്നത് വെച്ചാൽ ഷോക്ക് വിത്ത് കോയിൽ എന്നുള്ളൊരു സെറ്റപ്പിലാണ് മുൻഭാഗത്ത് വരുന്നത്. ഇതാണ് ഈ ഒരു വണ്ടിയുടെ ആകെ മൊത്തം ഒരു പിക്ചർ വരുന്നത് വെച്ചാൽ. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല സൈലൻ്റാണ് കേട്ടോ എഞ്ചിൻ. വലിയ ശബ്ദമോ ബഹളമോ അല്ലെങ്കിൽ വിറയൽ, സത്യമായിട്ടുള്ള വിറയൽ എന്ന് പറഞ്ഞ സാധനമേ ഫീൽ ചെയ്യുന്നില്ല. രസമുണ്ട് കേട്ടോ. പവർ നല്ല രീതിയിൽ പവർ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ എഞ്ചിനിലെ. അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു പവർ നമുക്ക് ഫീൽ ചെയ്യും. സസ്പെൻഷൻ ചെറിയൊരു സ്റ്റിഫ്നെസ് കുറച്ചാൾ കഴിയുമ്പോൾ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ പവറിൻ്റെ കാര്യത്തിൽ ഒരു 4 സിലിണ്ടർ എഞ്ചിനെ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. വിറയലില്ല. സാധാരണ ഒരു 3 സിലിണ്ടർ എഞ്ചിൻ നമ്മൾ ജസ്റ്റ് കാലുകൊടുത്ത് കയറ്റുമ്പോഴത്തേക്ക് ആ ഒരു ഇനിഷ്യൽ പിക്കപ്പിൽ ചെറിയൊരു വിറയൽ വരും. അത്തരം വിറയലോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു എഞ്ചിനിൽ ശരിക്കും പറഞ്ഞാൽ ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു ഫാമിലി കാർ നോക്കി നടക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ചെറിയ ബഡ്ജറ്റിൽ നിങ്ങളെ സാമ്പത്തികത്തിനനുസരിച്ചോ അല്ലെങ്കിൽ മാസ വരുമാനത്തിൽ നിന്ന് ചെറിയൊരു വീതമെടുത്ത് ഫിനാൻസ് അടച്ച് കൊണ്ടു നടക്കുക അല്ലെങ്കിൽ സ്വന്തമാക്കാനുള്ള സെറ്റപ്പിലോ ആണെങ്കിൽ നിങ്ങൾക്ക് ഒതുങ്ങുന്ന രീതിയിലൊരു വണ്ടിയായിരിക്കും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തോ. നിങ്ങളിത് എടുക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങളൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിക്കോ. നിങ്ങൾക്കൊരു ചെറിയ വണ്ടി വേണം എന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിക്കോ. അത്യാവശ്യം സിറ്റി കാറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.